എന്തെല്ലാം ആർഭാടങ്ങളാണ്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ ദിവസം തന്നെ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാറിന്റെ തീരത്ത് അഴുകിപ്പിടിച്ചിട്ടുള്ള ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടും അതിന്റെ വാർത്തകളും ദുരന്തമുഖത്തിന്റെ ഏറ്റവും ബീഭത്സമായ രംഗങ്ങൾ കണ്ടിട്ടും ഇത്രയൊക്കെയല്ലേയുള്ളൂ മനുഷ്യന്റെ കാര്യമെന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടും പിന്നെയും കല്യാണ പന്തലുകളിൽ നടക്കുന്നതെന്താ? റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നിറഞ്ഞ് ആടിത്തിമർക്കുകയാണ്. അരീക്കോടും പരിസരത്തുമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ആളുകളോടും ഞാൻ എന്നോടെന്ന പോലെ പറയുകയാണ്, അള്ള തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എനിക്കൊരു ഭാര്യയെ കിട്ടൽ, എനിക്കൊരു ഭർത്താവിനെ കിട്ടൽ, എൻ്റെ മോൾക്കൊരു പുതിയാപ്പിളയെ കിട്ടൽ, എൻ്റെ മകനൊരു ഇണയെ കിട്ടൽ. അതൊക്കെ വലിയ രൂപത്തിലുള്ള നിഅമത്താണെന്ന് തിരിയലപ്പോഴാ. എല്ലാം തികഞ്ഞ് വീട്ടിൽ കാത്തിരുന്നിട്ടും ഒരു പുതിയാപ്പിള വരാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എത്ര ഉമ്മമാരാ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുന്നത്. അവർക്കെന്തിന്റെ കമ്മിയാ പ്രിയമുള്ളവരെ? തൗഫീഖ് റഹ്മാനായ റബ്ബ് അവർക്ക് ഇപ്പൊ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതൊക്കെ നമുക്കവരെ സമാധാനിപ്പിക്കാൻ പറ്റും. അവരുടെ വേദന അവർക്കല്ലേ അറിയോ. നിഅമത്ത് ഇല്ലാതെയാകുമ്പോഴാ നിഅമത്തിന്റെ വലുപ്പമറിയൽ. എന്നിട്ട് നമുക്കൊരു കല്യാണം ശരിയായി നമ്മൾ ആ വിവാഹ പന്തലിൽ നിന്ന് നമ്മൾ അങ്ങ് കൈകെട്ടി എല്ലാ പണങ്ങളും നമ്മൾ അങ്ങ് ഇറക്കിയിട്ട് നമ്മൾ സർവ്വ ചാടിക്കളിക്കാർക്കും ഡാൻസിലൂടെ പാട്ടുകാരികളിലൂടെ കൂത്താട്ടം നടത്തുന്ന ആളുകൾക്ക് വേദികൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കൂടിയ മനുഷ്യന്മാര് ബാറക്കല്ലാഹു ലക്കുമാ, റഹ്മാനായ റബ്ബ് നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ എന്നും മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്രയെത്ര വിവാഹ മണ്ഡപങ്ങളും എത്രയെത്ര നിക്കാഹിന്റെ സദസ്സുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ആദ്യം ചിന്തിക്കണേ, ഉപ്പമാര് ചിന്തിക്കണേ. ഞാൻ പണം കൊടുത്തു എന്നതേയുള്ളൂ, അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ ചെയ്യുന്നതാണ്, ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കാരണവന്മാരായി മാറി നിൽക്കല്ലേ. ഓ ഉമ്മമാരെ, നിങ്ങൾ മരിച്ച് നിങ്ങളങ്ങ് കബറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നിങ്ങൾ തെർബിയത്ത് കൊടുത്ത് വളർത്തേണ്ടുന്ന മോളും മോനുമൊക്കെ നിങ്ങൾക്കെതിരെ എന്റെ ഉമ്മാന്ന് എതിർത്തില്ലല്ലോ, ഉപ്പ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ വരാതെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എന്താണോ അത് തീരുമാനിക്കാൻ വിവാഹവേദിക്ക് മുമ്പ് തന്നെ കുടുംബങ്ങളൊന്ന് മുശാവറ നടത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഏത് പ്രശ്നങ്ങളാണുള്ളത്? ഞാനിത് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തിനാണെന്നറിയോ? ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ ഈ ആഭാസങ്ങൾക്കെതിരെ, വിവാഹരംഗത്തുള്ള അനിസ്ലാമികതകൾക്കെതിരെ, അതേപോലെയുള്ള തുള്ളിച്ചാട്ടങ്ങൾക്കും ഔറത്ത് പ്രദർശനങ്ങൾക്കുമൊക്കെതിരെ നിങ്ങളെന്ത് സംസാരിച്ചിട്ടെന്താണ് മൗലവിമാരെ? അതിവിടെ കൂടിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, എനിക്കറിയാം, എണ്ണി എണ്ണി പറയാനറിയാം. തീരുമാനമെടുത്ത എത്രയോ രക്ഷിതാക്കൾ ആ തീരുമാനങ്ങളൊന്നും ഇനി എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത്, എൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യൂല എന്ന് ഭംഗിവാക്ക് പറയുന്നത് മാത്രമല്ല, പ്രവൃത്തിപഥത്തിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃകാപരമായി നടത്തിയ വിവാഹങ്ങളില്ലേ, അധികമൊന്നും വേണ്ടതില്ലെങ്കിലും ഉള്ളത് ഒന്നെങ്കിലും നടന്നു എന്ന് തന്നെ നിങ്ങൾ സങ്കല്പിച്ചോ. ഈ ഫാമിലി കോൺഫറൻസുകളുടെ വിജയമല്ലേ? അതുകൊണ്ട് പ്രതീക്ഷയോടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, എല്ലാവരോടും പറയുന്നു, എന്നോടും പറയുന്നു, നിങ്ങളോടും പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന്റെ തലേന്ന് ഹൽദിയുടെ പേരിലും മെഹന്തിയുടെ പേരിലും അതേപോലെ തന്നെ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിലും മഞ്ഞക്കല്യാണത്തിന്റെ പേരിലും
അതേപോലെ തന്നെ സേവ് ദി ഡേറ്റിന്റെ പേരിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ബീച്ചുകളിലും മധ്യാഹ്നങ്ങളിലും പോയിട്ട് സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിന്റെ മുമ്പും ശേഷവുമൊക്കെ പരസ്യമായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന റീലുകളും അതേപോലെയുള്ളവ പരസ്യമായി ഇൻസ്റ്റാഗ്രാമുകളിലും FBകളിലും വാട്സപ്പുകളിലൂടെയും യൂട്യൂബുകളിലൂടെയും ഒക്കെ ഷെയർ ചെയ്തിട്ട് ആരെയാ പ്രിയമുള്ളവരെ ഈ വെല്ലുവിളിക്കുന്നത്? ആരും നിങ്ങളെ പിടിച്ച് ജയിലിലിടാനൊന്നും പോകുന്നില്ല. ആരും അത് കണ്ടിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ മരണത്തിന്റെ മലക്ക് വരുമല്ലോ. അവിടെ കിടന്നു കൊടുക്കുമ്പോ ഇതിന് പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ കുട്ടിയെ നമുക്ക് രക്ഷക്കുണ്ടോ? മയ്യത്ത് കട്ടിലേറ്റ് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും പ്രോത്സാഹനം നൽകിയ കൂട്ടുകാരികളുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽക്കാരുണ്ട്, ഇളയമയുണ്ട്, മൂത്തമ്മയുണ്ട്, എളാപ്പയുണ്ട്, അളിയാക്കയുണ്ട്. എല്ലാവരും കഥനഭാരത്തോടെ നിങ്ങൾ ഇറങ്ങുന്ന പോക്കും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലാതെ ഇനി ഖബറിലെത്തുമ്പോ മഹ്ശറിലെത്തുമ്പോ നമുക്കൊന്ന് രക്ഷ പറയാനും വക്കാലത്ത് ഏറ്റെടുക്കാനും ആരുമില്ല. അവിടെ ഞാനാണ് ഒറ്റക്ക്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ.